ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ ഓർഗനൈസേഷനും അതിന്റെ ഹെഡും ആണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പഠിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ കണക്ഷൻസ് ഒക്കെ വെച്ച് നമുക്ക് നോക്കാം. അപ്പൊ അതിലെ ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, WTO അല്ലെ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറൽ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ നഗോസി ഒക്കോഞ്ചോ ഇവേല. ആരാണ്? നഗോസി ഒക്കോഞ്ചോ ഇവേല. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഓർക്കാം, വേൾഡ് ട്രേഡ്, നമ്മൾ ട്രേഡ് ചെയ്യണത് കൊഞ്ചാണെന്ന് ഓർക്കാം. നമ്മൾ ചെമ്മീൻ കൊഞ്ച് എന്നൊക്കെ പറയില്ലേ, അതേപോലെ കൊഞ്ചാണ് ട്രേഡ് ചെയ്യണത് എന്നുള്ളത് ഓർക്കാം കേട്ടോ. അപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറൽ ചോദിക്കുകയാണെങ്കിൽ നഗോസി ഒക്കോഞ്ചോ ഇവേല. അപ്പോൾ കൊഞ്ചായിട്ടൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. നെക്സ്റ്റ്, യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് അല്ലെങ്കിൽ യൂണിസെഫ് അല്ലെ. യൂണിസെഫിന്റെ ഡയറക്ടർ ജനറൽ ചോദിക്കുകയാണെങ്കിൽ കാതറിൻ എം റസൽ ആണ്. കാതറിൻ എം റസൽ, യൂണിസെഫിന്റെ കേട്ടോ. അപ്പൊ യൂണിസെഫിന്റെ ഫുൾ ഫോം എന്താ? യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്. കുട്ടികളുടെ എമർജൻസി ഫണ്ടാണ്. എമർജൻസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നല്ല റഷ് ആയിരിക്കും എന്ന് ഓർക്കാലോ അല്ലെ. നല്ല തിരക്കായിരിക്കും. നമ്മൾ എങ്ങനെയെങ്കിലും കാര്യമൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് റഷ് ചെയ്യും എന്നൊക്കെ ഓർക്കാം കേട്ടോ. അപ്പൊ റഷ് അല്ല, റസൽ ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ യൂണിസെഫിന്റെ ഡയറക്ടർ ജനറൽ ചോദിക്കുകയാണെങ്കിൽ അത് കാതറിൻ എം റസൽ ആണ്. കാതറിൻ എം റസൽ പഠിച്ചു പോണേ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ജനീവയാണ് കേട്ടോ, സ്വിറ്റ്സർലാൻഡ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയാണ്. ഇനി അതിന്റെ ഡയറക്ടർ ജനറൽ ചോദിക്കുകയാണെങ്കിൽ ടെഡ്രോസ് അധനം. ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡയറക്ടർ ജനറൽ ആരാണ്? ടെഡ്രോസ് അധനം. ഹെൽത്ത് ഇസ് വെൽത്ത് എന്ന് പറയും അല്ലെ. ഹെൽത്ത് ഇസ് വെൽത്ത്, ഹെൽത്ത് ധനമാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ധനം അല്ലെങ്കിൽ അധനമായിട്ട് ഓർത്തു വെക്കാലോ. ഓക്കെ, അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WHO ഡയറക്ടർ ജനറൽ ചോദിക്കുകയാണെങ്കിൽ ടെഡ്രോസ് അധനം. ഇനി സർ ജെറമി ഫെറാർ ആസ് ചീഫ് സയന്റിസ്റ്റ് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ആരാണ്? ജെറമി ഫെറാർ. അപ്പോ ഹെൽത്ത് അല്ലേ, അപ്പോൾ ജേംസ് ഒന്നും പാടില്ല എന്ന് ഓർക്കാം അല്ലെ. അപ്പൊ ജേംസ് അല്ലെങ്കിൽ ജെറമി കേട്ടോ, ജെറമി എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. ഇനി കിട്ടുന്നുണ്ടല്ലോ, ഒരു പ്രാവശ്യം കൂടെ ഒക്കെ ഒന്ന് വായിച്ച് സെറ്റ് ആക്കണം കേട്ടോ. ഇനി അടുത്ത് നോക്കാം. യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആണ്. യുണൈറ്റഡ് നേഷൻസിന്റെ, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. ഇനി യുണൈറ്റഡ് നേഷൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. എവിടെയാണോ? ന്യൂയോർക്ക്, US ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. വേൾഡ് ബാങ്കിന്റെ ആരാ? വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് അജയ് ബംഗ അല്ലെ. ബംഗ ഓർത്തു വെക്കാലോ. അപ്പൊ വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിൽ അജയ് ബംഗയാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ DC ആണ് കേട്ടോ. വാഷിംഗ്ടൺ DC US ആണ്. അപ്പൊ ഇത്രയും നമുക്കൊന്നും കൂടെ നോക്കാം, സ്പീഡിൽ നോക്കാം. ട്രേഡ് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറൽ, ട്രേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൊഞ്ചായിട്ട് കണക്ട് ചെയ്യാം, നഗോസി ഒക്കോഞ്ചോ ഇവേല. പിന്നെ യൂണിസെഫ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫുൾ ഫോം മൈൻഡിലേക്ക് വരണം. എമർജൻസി ഫണ്ട് ആണ്. അപ്പൊ എമർജൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര റഷ് ഉണ്ടാവും ഓർക്കാം. റസൽ ആണ്, കാതറിൻ എം റസൽ. പിന്നെ നമ്മൾ പറഞ്ഞു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഹെൽത്ത് ഇസ് വെൽത്ത്, വെൽത്ത് എന്ന് പറയുമ്പോൾ ധനം, ടെഡ്രോസ് അധനം അല്ലെ. ചീഫ് സയന്റിസ്റ്റ് ആരാ? ജെറമി ഫെറാർ ആണ്. ജേംസ് ഒക്കെ ആയിട്ടൊന്ന് ഓർത്തു വെക്കാം. പിന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആണ് കേട്ടോ. യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. അടുത്തത് വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ബംഗ അല്ലെ, അജയ് ബംഗ. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാ? വാഷിംഗ്ടൺ DC. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ MD അല്ലെങ്കിൽ ഹെഡ് ചോദിക്കുകയാണെങ്കിൽ ക്രിസ്റ്റലീന ജോർജീവിയ. ആരാണ്? ക്രിസ്റ്റലീന ജോർജീവിയ. മോണിറ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് മണി ആയിട്ടൊക്കെ ഒന്ന് ഓർക്കാലോ, പൈസയായിട്ട് അല്ലെ. ഈ ക്രിസ്റ്റൽസിനൊക്കെ നല്ല പൈസയല്ലേ. ക്രിസ്റ്റലിനൊക്കെ നല്ല പൈസയാന്ന് ഓർക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് ക്രിസ്റ്റലീന ജോർജീവിയ ആയിട്ട് ഓർക്കാം. അപ്പൊ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, IMFന്റെ ഹെഡ് ആരാണ്? പറഞ്ഞു വെച്ചേക്കണം, അത് മോണിറ്ററി ആണ് അല്ലെങ്കിൽ പൈസയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ക്രിസ്റ്റലുമായിട്ട് ഓർത്തു വെക്കാം കേട്ടോ. ഇനി ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ഗീത ഗോപിനാഥ് ആണ്. അതും കൂടെ അറിഞ്ഞു വെച്ചേക്കുക. ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ഗീത ഗോപിനാഥ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് മസാസുഗോ അസക്കാവ. ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്കുക കേട്ടോ. ആരാണ്? മസാസുഗോ അസക്കാവ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് കേട്ടോ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് ആരാണ്? മസാസുഗോ അസക്കാവ. ഓക്കെ, ഇനി ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ILO എന്ന് പറയും. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഹെഡ് അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ചോദിക്കുകയാണെങ്കിൽ ഗിൽബർട്ട് ഹോങ്ബോ. ഓക്കെ, അപ്പൊ ലേബറും ബില്ലും ആയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ നോക്കാം അല്ലെ. ബില്ലല്ല, ഗില്ലാണ് കേട്ടോ, ഗില്ല്. അപ്പോൾ ഗിൽബർട്ട് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറൽ ചോദിക്കുകയാണെങ്കിൽ
ഗിൽബർട്ട് ഹോങ്ബോ. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാ? ജനീവയാണ് കേട്ടോ, സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, അടുത്ത് നോക്കാം. നാറ്റോ എന്ന് പറഞ്ഞാല് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ കേട്ടോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബെൽജിയം ആണ്. അതേപോലെ തന്നെ സെക്രട്ടറി ജനറൽ ചോദിക്കുകയാണെങ്കിൽ ജെൻസ് സ്റ്റോളൻബർഗ് ആണ് കേട്ടോ, ഒന്ന് പഠിച്ചു വെച്ചേക്കണം. നാറ്റോന്റെ സെക്രട്ടറി ജനറൽ ആരാണ്? ജെൻസ് സ്റ്റോളൻബർഗ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. അപ്പോൾ പ്രാവശ്യം കൊണ്ട് നോക്കുമ്പോഴേക്കും നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നോളൂ. വേൾഡ് ബാങ്കിന്റെ അജയ് ബംഗ, പിന്നെ IMF എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ്. പൈസ എന്ന് പറയുമ്പോൾ ക്രിസ്റ്റൽ മൈൻഡിലേക്ക് വരാം അല്ലെ, അപ്പൊ ക്രിസ്റ്റലീന ജോർജീവിയ. പിന്നെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെയോ മസാസുഗു അസക്കാവ. പിന്നെ ILO ലേബർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബില്ലുമായിട്ടൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. അപ്പൊ ഗിൽബർട്ട് ഹോങ്ബോ. പിന്നെ നമ്മൾ പറഞ്ഞത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോ അല്ലെ, നാറ്റോന്റെ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോളൻബർഗ്. ആരാണ്? ജെൻസ് സ്റ്റോളൻബർഗ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ FAO കേട്ടോ, ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറൽ ചോദിക്കുകയാണെങ്കിൽ ക്യൂ ഡോങ്ക്യൂ ആണ്. അപ്പൊ ഫുഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ക്യൂല് നിൽക്കും അല്ലെ. ഇപ്പൊ ഒരു ബുഫേ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ എത്ര നേരം വേണമെങ്കിലും ക്യൂല് നിൽക്കുന്നൊക്കെ ഓർക്കാം. അപ്പൊ ക്യൂ ഡോങ്ക്യോ. ഓക്കെ, ഡോങ്കിനെ പോലെ എത്ര നേരം വേണമെങ്കിലും ക്യൂല് നിൽക്കുന്നൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോ FAOന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് റോമിലാണ്. റോമാണ്, ഇറ്റലി. അപ്പൊ റൂമിൽ ഫുഡ് കിട്ടിയെന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. റൂമല്ല, റോമാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കാം. അംനസ്റ്റി ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ ആഗ്നസ് കലാമാർഡാണ്. ആഗ്നസ് കലാമാർഡാണ് കേട്ടോ. അപ്പൊ ആഗ്നസ് എന്ന് ഓർത്തൂടെ. അപ്പൊ അംനസ്റ്റി ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആഗ്നസ് കലാമാർഡ്. അടുത്തത് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. യുണൈറ്റഡ് നേഷൻസിന്റെ എൻവയോൺമെന്റ് പ്രോഗ്രാം ആണ്. അതിന്റെ ഹെഡ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ചോദിക്കുകയാണെങ്കിൽ ഇംഗർ ആൻഡേഴ്സൺ ആണ്. അപ്പൊ എനിക്ക് ഇത്ര നല്ല കോഡൊന്നും കിട്ടിയില്ല, എന്നാലും ജസ്റ്റ് ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് നമ്മുടെ എൻവയോൺമെന്റിൽ നിന്ന് നമുക്ക് ഇഞ്ചി കിട്ടുന്നൊക്കെ ഓർത്ത് വെച്ചേക്കാണ് കേട്ടോ. ഇഞ്ചിയാണ് ഇംഗർ ആൻഡേഴ്സൺ. എനിക്ക് എന്തെങ്കിലും ബെറ്റർ ആയിട്ടുള്ള കോഡുകളൊക്കെ കിട്ടുകയാണെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവുക. വേൾഡ് എൻവയോൺമെന്റ് ഡേ എന്നുള്ളത് 5th ജൂൺ അല്ലേ. പിന്നെ ഇതിന്റെയൊക്കെ തീംസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ക്ലാസ്സിൽ. ക്ലാസ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആ ക്ലാസ്സും കൂടെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം ഹെഡ് ചോദിക്കുകയാണെങ്കിൽ ഇംഗർ ആൻഡേഴ്സൺ. ഇനി ICC ചെയർമാൻ ഗ്രെഗ് ബാർക്ലേ. ICC ചെയർമാൻ ആരാണ്? ഗ്രെഗ് ബാർക്ലേ. നമ്മുടെ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള പിച്ച് ഉണ്ടാവും. ക്ലേ പിച്ച് ആണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഗ്രെഗ് ബാർക്ലേ ആണ് ICC ചെയർമാൻ. ചോദിക്കുകയാണെങ്കിൽ ഗ്രെഗ് ബാർക്ലേ. ഇനി ഫിഫയുടെ ചോദിക്കുകയാണെങ്കിലോ ഫിഫയുടെ ഗിയാനി ഇൻഫാന്റിനോ. ഓക്കെ, ഫിഫ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ആണ് അല്ലെ. അപ്പൊ ഫുട്ബോൾ ഒക്കെ നമ്മൾ ഇൻഫന്റ് ആകുമ്പോൾ മുതലേ പഠിച്ചു പോണെന്ന് ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം കേട്ടോ. ഗിയാനി ഇൻഫാന്റിനോ. ഇത് ആണുങ്ങൾക്കൊക്കെ അറിയായിരിക്കും, പക്ഷെ പെണ്ണുങ്ങൾക്ക് പലരും ചിലപ്പോൾ സ്പോർട്സിൽ പുറകിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ചെറിയ കണക്ഷൻസ് പറയുന്നത്. അടുത്ത് നോക്കാം. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് അല്ലെങ്കിൽ ASEANന്റെ ഹെഡ് ചോദിക്കുകയാണെങ്കിൽ കാവോ കിം ഹോൺ ആണ്. ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ASEANന്റെ ഹെഡ് ചോദിക്കുകയാണെങ്കിൽ കാവോ കിം ഹോൺ. ഓക്കെ, ഇനി യുനെസ്കോന്റെ ഡയറക്ടർ ജനറൽ ഓഡ്രെ അസുലെ ആണ് കേട്ടോ. യുനെസ്കോന്റെ ഡയറക്ടർ ജനറൽ ചോദിക്കുകയാണെങ്കിൽ ഓഡ്രെ അസുലെ. ഓക്കെ, അപ്പൊ യുനെസ്കോ എന്ന് പറയുമ്പോൾ നമുക്ക് എസ്കേപ്പ് എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. ഒരു സിനിമയിൽ പറയുന്നില്ലേ തിലകൻ, എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ ഓടുക അല്ലെ, ഓടിപ്പോയി എന്നൊക്കെ ഓർക്കാം. അപ്പൊ യുനെസ്കോന്റെ ഡയറക്ടർ ജനറൽ ചോദിക്കുകയാണെങ്കിൽ അത് ഓഡ്രെ അസുലെ. അടുത്തത് ഒപെക് ആണ്. ഒപെക് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. അപ്പൊ പെട്രോളിയത്തിന്റെ ഒപെക്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് വിയനയാണ്, ഓസ്ട്രിയയിലാണ്. അതേപോലെ തന്നെ സെക്രട്ടറി ജനറൽ ഹൈതം അൽ ഗൈസ് ആണ്. അപ്പൊ നമുക്ക് പെട്രോളും ഗ്യാസും ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ. ഗൈസ് ആയിട്ടൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഹൈതം അൽ ഗൈസ് ആണ്. ഓക്കെ, അതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവാ ഇന്റർപോൾ കേട്ടോ. ഇന്റർപോളിന്റെ പ്രസിഡന്റ് ഞാൻ അതിനകത്ത് ആഡ് ചെയ്യാൻ വിട്ടുപോയി. ഇന്റർപോളിന്റെ പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? നാസർ അൽ റെയ്സി. ഓക്കെ, നാസർ അൽ റെയ്സി കേട്ടോ. ഇന്റർപോൾ എന്ന് പറയുമ്പോൾ നമുക്ക് പോലീസായിട്ട് കണക്ട് ചെയ്യാലോ. ഈ പോലീസിന്റെ സെലക്ഷനകത്തൊക്കെ റേസ് ഉണ്ടാവും എന്നൊക്കെ ഓർക്കാം അല്ലെ. ഓട്ടം ചാട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ റെയ്സി RAISI കേട്ടോ. റെയ്സി ആയിട്ടൊന്ന് ഓർത്ത് വെക്കാം. അപ്പൊ നാസർ അൽ റെയ്സി. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാം ഒന്നും കൂടെ ഒന്ന് സ്പീഡിൽ നോക്കാം. WTO അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറൽ നഗോസി ഒക്കോൻജോ-ഇവേല. പിന്നെ നമ്മൾ പറഞ്ഞു യൂണിസെഫ് എമർജൻസി ആണ്, അപ്പൊ റഷ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ കാതറിൻ M റസൽ. പിന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെൽത്ത് ആണ് വെൽത്ത് ധനം അല്ലെ, ടെഡ്രോസ് അധനം. യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. വേൾഡ് ബാങ്കിന്റെ ചോദിക്കുകയാണെങ്കിൽ ബംഗ അല്ലെ, അജയ് ബംഗ. IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ്. അപ്പൊ നമ്മുടെ ക്രിസ്റ്റൽ ആയിട്ടൊക്കെ ഓർത്ത് വെക്കുക, ക്രിസ്റ്റലീന ജോർജീവിയ.
ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ മസാസുഗു അസകാവ. ILO ലേബർ എന്ന് പറയുമ്പോൾ ബില്ല് ഓർക്കാം. അപ്പൊ ഗിൽബർട്ട് ഹോങ്ബോ. ഇനി നാറ്റോന്റെ ചോദിക്കുകയാണെങ്കിലോ ജെൻസ് സ്റ്റോളൻബർഗ് കേട്ടോ. നാറ്റോന്റെ ഹെഡ് സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോളൻബർഗ്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ FAOന്റെ ആരാ? ക്യൂ ഡോങ്ക്യോ. അപ്പോൾ ഫുഡിന് നമ്മൾ ക്യൂ എത്ര നേരം വേണമെങ്കിലും നിൽക്കും ഡോങ്കിനെ പോലെ എന്നൊക്കെ ഓർത്ത് വെക്കാം. അംനസ്റ്റി ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ ആഗ്നസ് ആണ് അല്ലെ. ആഗ്നസ്. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം ഇംഗർ ആൻഡേഴ്സൺ. നമ്മുടെ എൻവയോൺമെന്റിൽ ഇഞ്ചി ഉണ്ടെന്നൊക്കെ ഓർത്ത് വെക്കാം. ICCയുടെ ചെയർമാൻ ഗ്രെഗ് ബാർക്ലെ. ഫിഫയുടെ ആണെങ്കിലോ ഗിയാനി ഇൻഫാന്റിനോ. പിന്നെ അസിയാന്റെ ആരാ? കാവോ കിം ഹോൺ. ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. കാവോ കിം ഹോൺ. യുനെസ്കോ എസ്കേപ്പ് എന്ന് പറയുമ്പോൾ ഓടുക അല്ലെ. ഓഡ്രെ അസുലെ. പിന്നെ പെക് ആണ്, ഓർഗനൈസേഷൻ ഓഫ് ദി പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. അതിന്റെ സെക്രട്ടറി ജനറൽ ഹൈദം അൽ ഗെയ്സ് ആണ്. നമ്മുടെ ഗ്യാസുമായിട്ടൊക്കെ ഒന്ന് ഓർക്കാം, ഗ്യാസും പെട്രോളിയം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് കേട്ടോ. എല്ലാവരും പഠിക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിച്ചു കഴിയുമ്പോഴേക്കും ഇത് സെറ്റ് ആയിക്കോളും കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ തന്നെ മാക്സിമം ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്ന ഗ്രൂപ്പ്സുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. എല്ലാവർക്കും ബൈ. താങ്ക് യു.